എസ് ഐ ആണെങ്കിൽ പോലും എന്നെ ഈ വീട്ടിൽ കയറി എനിക്കിട്ട് എന്നെ ഒലത്തുവോ? പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് പോലും കൊടുക്കുക. നിനക്ക് നാണയില്ല ഒന്നാമത്തെ കാര്യം. നീ എന്താന്ന് വെച്ചാൽ വെക്കട അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഏത് ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാന്നുള്ള കാര്യം വിഷ്ണുമണി നിനക്ക് പറഞ്ഞു തന്നില്ലായിരുന്നോ? എൻ്റെ ഒരു പൂർവ്വകാലം ഉണ്ട് കേട്ടോ. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നെടുത്ത വായ്പാ തിരിച്ചടവ് 2 തവണ മുടങ്ങി എന്നതിന്റെ പേരിൽ സ്ഥാപനത്തിന്റെ ജീവനക്കാർ നിരന്തരമായി അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന പരാതിയുമായി യുവാവ്. ആലപ്പുഴ കാവാലം സ്വദേശിയായ ചിന്തുവാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൈനടി പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് അദ്ദേഹം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എസ് ഐ ആണെങ്കിൽ പോലും എന്നെ ഈ വീട്ടിൽ കയറി എനിക്കിട്ട് എന്നെ ഒലത്തുവോ? നിനക്ക് നാണയില്ല ഒന്നാമത്തെ കാര്യം. ഒരാൾ വിളിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് പോയി കംപ്ലൈന്റ് ചെയ്യുക, അതിനകത്ത് പോയി എസ് ഐനെ പോയി ഇതിനകത്ത് പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് പോലും കൊടുക്കുക. നിനക്ക് നാണയില്ല ഒന്നാമത്തെ കാര്യം. നീ എന്താന്ന് വെച്ചാൽ വെക്കട അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിനക്ക് ആണിന്റെ ഗുണമൊന്നും ഇല്ലല്ലോടാ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിട്ട്. ഞാൻ വേണേ പോലീസ് സ്റ്റേഷൻ വരാം, എനിക്ക് അതിനകത്തല്ലേ തെറ്റുള്ളത്. ഞാൻ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് അല്ലേ കൃത്യമായിട്ട്. എനിക്ക് വരുന്നോണ്ട് തെറ്റൊന്നും ഇല്ലല്ലോ. അല്ല, ഒരു കാര്യം പറഞ്ഞിട്ട് പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കുന്നോണ്ടുള്ള സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. നാണയില്ല ഒന്നത്തെ കാര്യം. ഇനി എന്തായാലും നമ്പർ വെച്ചിട്ട് കേസ് ഒന്ന് ഫയൽ ചെയ്യും. അതായത് നോക്കട്ടെ അഡ്വക്കേറ്റെ വിടാൻ പറ്റുമോ ഇല്ലെന്ന് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ കേട്ടോ. അപ്പനുണ്ടായ ക്യാരക്ടറാണോ എന്ന് ചോദിച്ച്. പക്ഷെ വേറെ ഉണ്ട്, പുള്ളിക്കാരനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നീ പുള്ളിക്കാരൻ ഉണ്ടായെന്നുള്ളതെന്നല്ല എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഏത് ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം വിഷ്ണുമണി നിനക്ക് പറഞ്ഞു തന്നില്ലായിരുന്നോ? ഞാൻ ഏത് ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അവരോട് കാര്യങ്ങൾ ചോദിച്ചാൽ മതിയായിരുന്നു. ഞാൻ ആരാന്നുള്ള കാര്യങ്ങൾ എന്താന്നുള്ള കാര്യം. പക്ഷെ വേറെ ഉണ്ട്, സംസാരിക്കുമ്പോഴത്തേന് ആ രീതി വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആ രീതി തന്നെ. ഇതിപ്പോൾ ഏത് കേസ്, ഏത് കോടതി, ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഞാനത് അറ്റയാൻ വേണ്ടി വില്ലിങ്ങാണ്. പക്ഷെ വേറെ ഉണ്ട്, ഞാനത് എൻ്റെ ഒരു പൂർവ്വകാലം ഉണ്ട്. അത് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. അതുകൊണ്ടത് പുറത്തെടുപ്പ് ആയിരിക്കും നിന്നെ കൊണ്ട് നല്ലതായിരിക്കും. ഞാൻ ബജാജ് ഫിനാൻസിൽ നിന്ന് ഏകദേശം 1 വർഷം മുമ്പ് 1,19,000 രൂപ എനിക്ക് ലോൺ എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് 10 മാസം 4,569 വെച്ച് EMI അടഞ്ഞു പോയിട്ടുണ്ടല്ലേ. ഈ കഴിഞ്ഞ കുറച്ച് 2 മാസത്തെ EMI എനിക്ക് ഈ പറയുന്ന പോലെ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഹോസ്പിറ്റൽ കേസോട്ട് എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല. അപ്പം എന്നെ ബജാജ് ഫിനാൻസിൽ നിന്ന് 1-2 ലേഡീസ് വിളിച്ചു. അപ്പം ഞാൻ അവരോട് കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ എന്തായാലും നിങ്ങളുടെ ലോൺ തിരിച്ചടയ്ക്കും, എനിക്കൊരു സാവകാശം വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പം ബജാജ് ഫിനാൻസിലാണെന്ന് പറഞ്ഞൊരു മാനേജർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് എനിക്ക് പ്രവീൺ എന്നാണ് അയാൾ എന്നോട് പേര് പറഞ്ഞത്. അയാൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനോട് വളരെ മാന്യമായിട്ട് സംസാരിക്കുകയും അച്ഛൻ പറഞ്ഞ് എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല, അവനോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ഇയാൾ അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോയി. പിന്നെ എന്നെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് കേട്ടാൽ അറയ്ക്കുന്ന തെറികളുമായിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ ഭാര്യ എന്തോ ചെയ്ത് കളയും, വീട്ടിൽ വന്ന് എന്ന് നിരന്തരം വരും, അങ്ങനത്തെ ഭീഷണികൾ. അത് കഴിഞ്ഞ് എൻ്റെ വാട്സപ്പ് സന്ദേശത്തിൽ വളരെ മോശമായിട്ട് ഇയാൾ എന്നെ, ഞാൻ എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല, അതിനുള്ള തെറികൾ മാത്രമാണ് ഇയാൾ വിളിക്കുന്നത്. അപ്പം ഞാൻ അത് തെറി വിളിച്ചത് മൂലം എനിക്ക് ഭീഷണി ഉണ്ടായതിൻ്റെ മൂലം ഞാൻ കൈനടി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പോലും ഇയാൾ വീണ്ടും എന്നെ രാവിലെയും വൈകിട്ടും എല്ലാം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വാട്സപ്പിൽ തെറികൾ വിളിക്കുകയാണ്. അങ്ങനെ ഭയങ്കര മാനസികമായ ബുദ്ധിമുട്ടും, എനിക്ക് ആത്മഹത്യ പോലും ചെയ്താൽ ഉള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ വന്നപ്പോഴാണ് ഞാൻ വീണ്ടും സ്റ്റേഷനിൽ പോയപ്പോൾ SI ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാൾ വീണ്ടും വിളിച്ചു. അപ്പം ഞാൻ ആ ഫോൺ SIക്ക് കൈമാറുകയും SI ഇവനോട് സംസാരിച്ച്, നീ ഇനി ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ നീ നിർത്തിക്കില്ല, മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടും ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുത്തില്ല ഫോൺ. SI എന്നോട് ഫോൺ ബ്ലോക്ക് ആക്കി, ഇനി അത് ചെയ്യേണ്ട, അവനെ അറ്റൻഡ് ചെയ്ത് ബാക്കി നമുക്ക് നിയമപരമായിട്ട് നോക്കാമെന്നാണ് പറഞ്ഞത് SI. പോലീസുകാരൊക്കെ വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറിയത്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് വോയിസ് അയക്കുകയാണ്, നീ SIയോട് സംസാരിച്ച് SI എന്നെ വീട്ടിൽ കയറി എന്തുണ്ടാക്കാനാണ്, അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരം. ഇപ്പോഴും ഇവൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് കൂട്ടുകാരൊന്നുമില്ല, കൂട്ടുകാർ മുഖാന്തരം നേരിട്ട് നീ ഇത് അല്ല പോലീസ് സ്റ്റേഷനിൽ പോയത് എന്ത് കാണിക്കാനായിട്ടാണ്, ഞാൻ എൻ്റെ വക്കീലോട് ഞാൻ നോക്കിക്കോളാം, ഞാൻ ബജാജ് ഫിനാൻസിൻ്റെ ഓതറൈസ്ഡ് സ്റ്റാഫാണ്, എനിക്കെൻ്റെ അധികാരമുണ്ട് വീട്ടിൽ വരാൻ എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. അത് കൂടാതെ തന്നെ ഇവൻ എന്നോട് പറഞ്ഞു, എൻ്റെ പൂർവ്വകാല ചരിത്രം നിനക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് വോയിസ് അയക്കുന്നത്. എന്താണ് ആ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. പൂർവ്വകാല ചരിത്രം എന്താണ്, ഇയാൾ റൗഡിയാണോ അല്ലെങ്കിൽ ഗുണ്ടയാണോ എന്നും എനിക്കിങ്ങനെ വ്യക്തിപരമായിട്ട് ഒന്നും അറിയത്തില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിത് കംപ്ലയിൻറ്റ് ചെയ്യുന്ന മീഡിയയ്ക്ക് മുന്നിൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ഒരാൾക്ക് ഇതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വ്യക്തികൾ ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് വേറെ വല്ലൊരു ആളാണ് ചിലപ്പോൾ ആത്മഹത്യ പോലും ചെയ്യാൻ ഇവൻ്റെ ഈ ഭീഷണിപ്പെടുത്തലിൻ്റെ മുന്നിൽ അമ്മാതി ടോർച്ചറിങ് തട്ടണിങ്ങാണ് ഇവൻ തന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ജോലി പോലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 10 പ്രാവശ്യം 20 പ്രാവശ്യം ഇവൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും 1 മണിക്കൂറിനുള്ളിൽ. എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സമായിട്ട് ജോലി ചെയ്യണമെന്നുണ്ട്. ഇത് ഞാൻ അടയ്ക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അടയ്ക്കും. ഞാൻ ഇനിയും നിയമപരമായിട്ട് നേരിട്ടിട്ട് മാത്രം ഞാനിത് അടയ്ക്കാനായിട്ട് തീരുമാനിച്ചേക്കുന്നത്. അപ്പം ഞാൻ ഇവനോട് വ്യക്തമായിട്ട് ഞാൻ ബജാജ് ഫിനാൻസിൽ നിന്നാണ് സുഹൃത്തെ ലോൺ എടുത്തേക്കുന്നത്, അല്ല ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നല്ല എടുത്തത്.
ഇവൻ എന്നോട് പറഞ്ഞ ലോൺ എടുത്തിട്ട് പറ്റിച്ച് മുങ്ങി നടക്കുകയാണ്. നീ കളിപ്പിക്കുമല്ലോ, നീ വീട്ടിൽ കാണത്തില്ലല്ലോ, നീ വേറെ എവിടെ പോയി കിടക്കുമല്ലേ, നീ പാത്തിരിക്കുമല്ലേ. ഞാൻ പാത്തിരിക്കില്ല, ഞാൻ ജോലിക്ക് പോവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ എനിക്ക് പാത്തിരിക്കണ്ട. ഞാൻ താങ്കൾ വായ്പ എടുത്തത് 1,19,000 രൂപയാണ്. അത് 10 മാസം വളരെ കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുകയും ചെയ്തു. ഈ ഏറ്റവും അവസാനത്തെ 2 തവണകൾ മാത്രമാണ് മുടങ്ങിയത്. അത് ആശുപത്രി കേസുകളും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതാണ് താങ്കൾ പറയുന്നത്. അതെ തീർച്ചയായും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് അടയ്ക്കാൻ പറ്റാതിരുന്നത്. ഞാൻ എല്ലാ ലോണുകളും കൃത്യമായിട്ട് അടഞ്ഞു പോരുന്ന വ്യക്തിയാണ്. ഈ 2 മാസമായിട്ട് എനിക്ക് വളരെ സിവിയർ ആയിട്ടുള്ള സാമ്പത്തിക ഇഷ്യൂ വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് അടയ്ക്കാൻ പറ്റാതിരുന്നത്. ഇത് അടയ്ക്കാൻ ഇപ്പോഴും തയ്യാറാണ്? ഇപ്പോഴും തയ്യാറാണ്. അല്ല, ഞാനിപ്പോൾ അഥവാ ലോൺ 2-3 മാസം എനിക്ക് സാമ്പത്തികപരമായിട്ട് അടയ്ക്കാൻ പറ്റിയിരുന്നാൽ പോലും അവർ ലീഗലി മൂവ് ചെയ്തോട്ടെ, എനിക്ക് വിഷയമില്ല. ലീഗലി നമുക്ക് ലീഗലി മൂവ് ചെയ്യാം. പക്ഷേ ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാരെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അതുകൂടാതെ ഇങ്ങനെ തെറി വിളിക്കാൻ അവർക്ക് ബജാജ് ഫിനാൻസിന് അധികാരം കൊടുത്തിട്ടുണ്ടോ, കോടതി കൊടുത്തിട്ടുണ്ടോ, അല്ല RBI കൊടുത്തു? RBI റൂൾ പ്രകാരം ഇങ്ങനെ തെറി വിളിക്കാനുള്ള നിയമമുണ്ടോ? എനിക്കറിയത്തില്ല. ആ സുഹൃത്തിന് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നിർദ്ദേശം ബജാജ് ഫിനാൻസ് കൊടുത്തേക്കുന്നത്, ഇങ്ങനെ തെറി വിളിച്ച് കാശ് മേടിക്കാനായിരിക്കും കൊടുത്തേക്കുന്നത്. എനിക്കറിയത്തില്ല, അങ്ങനെ നിയമം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കണം. ഇനി ഒരു വക്കീലുമായിട്ട് ഞാൻ ഡീൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഇനി എനിക്ക് എന്നെ നിരന്തരമായിട്ട് വാട്സപ്പിൽ ശല്യപ്പെടുന്ന എല്ലാ മെസ്സേജുകളും എൻ്റെ വാട്സപ്പിൽ തെളിവായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എന്നെ നിരന്തരമായിട്ട് ഫോണിൽ കൂടി ഇങ്ങനെ വളരെ മോശമായിട്ട് തെറി വിളിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ എൻ്റെ സ്വന്തം അച്ഛനുണ്ടായത് തന്നെയാണെന്ന് സംശയമുണ്ടെന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞ്, അതൊക്കെ എൻ്റെ വോയിസ് ക്ലിപ്പിലുണ്ട്. അത് വ്യക്തമായി തെളിവായിട്ട് കിടപ്പുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി സംസാരിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുക്കുന്നത്? എന്ത് നിയമമാണ് ഇവർക്ക് ഇത് സംരക്ഷണം കൊടുക്കുന്നത്? ഞാൻ കൈനടി പോലീസ് സ്റ്റേഷൻ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിയമപരമായിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. 1,19,000 രൂപയാണ് ചിന്തു ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തിരുന്നത്. കഴിഞ്ഞ 10 മാസം കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തതാണ്. ഏറ്റവും അവസാനം 2 മാസത്തെ തിരിച്ചടവ് മാത്രമാണ് മുടങ്ങിപ്പോയത്. അത് കൃത്യമായി തിരിച്ചടച്ചുകൊള്ളാം, സാവകാശം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് എന്നുള്ളതാണ് അയാൾ പറയുന്നത്. എന്താണെങ്കിലും അത് കേൾക്കാതെ നിരന്തരമായി ഭീഷണി തുടരുന്ന സാഹചര്യത്തിലാണ് ചിന്തു ഇപ്പോൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ഇനി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആലപ്പുഴയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.